എടോ, ഈ മനുഷ്യരെ മാറും മറക്കുമെന്ന് പറയുന്നതിൽ ഒരുപാടൊക്കെ സത്യാവസ്ഥയുണ്ടെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ലൈഫിലൂടെ കടന്നു പോയി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാനൊരു പ്രോപ്പർ ഇൻട്രോവേർട്ടാണ്, പ്യൂർ ഇൻട്രോവേർട്ടാണ്. ഞാൻ ഒന്നും എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ചാനലാണ്, എൻ്റെ വീഡിയോസാണ്. ഞാൻ പ്യൂർ ഇൻട്രോവേർട്ടാണ്. കാരണം ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. അതിനെ ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. പലർക്കും പല തിരക്കുണ്ട്. അതിൽ കുറച്ച് എനിക്ക് എൻ്റെ ഗ്രൂപ്പ് എന്ന് പറയാൻ കുറച്ച് കയ്യിലുണ്ടാകുന്ന ചെറിയ ഗ്രൂപ്പാണ് അത്. അതിൽ ഒരു പകുതി പേരെങ്കിലും അല്ലെങ്കിൽ ഒരു കുറച്ച് പേരെങ്കിലും പല ജോലി തിരക്കുകളും പല അവരുടേതായ ലൈഫിലെ കുറച്ച് തിരക്കും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ചിലരുണ്ട് സമയം ഉണ്ടെങ്കിൽ പോലും അവർ ചിലവഴിക്കുന്നില്ല. അവർ പറയുന്ന പല റീസൺസും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുന്ന സ്റ്റോറി നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം എന്നെ പോലെ പലരും പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്, എന്നെ പോലെ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. ഞാൻ പ്യൂർ ഇൻട്രോവേർട്ട് എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊന്നും ആലോചിച്ച് നോക്കാവുന്നതാണ് സാധ്യത. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഞാനിൻ്റെ കൂടെ കാണും, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ കാണും, നിന്നെ ഒരിക്കലും കൈവിട്ട് പോയില്ല, നിന്നെ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അവരൊക്കെ പറയുന്നത് അവരെന്തുകൊണ്ട് അത് പിന്നെ തിരിച്ച് ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോൾ അവർ പറയുന്ന റീസൺസും അത് വെച്ച് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മാർക്കിട്ട് നോക്കുമ്പോൾ അവർ പറയുന്ന 100% സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കുന്ന അവർക്ക് സന്തോഷമോ സമാധാനമോ ഒരു ആനന്ദമോ അവർക്കൊന്നും കിട്ടത്തില്ല. ഒന്നുകിൽ അവരത് കേട്ടിട്ട് ഉറങ്ങും, ഇല്ലെങ്കിൽ അവർക്ക് ചില ബോറടിക്കും. അത് എന്നോട് ഓപ്പൺലി പറഞ്ഞിട്ടുമുണ്ട്. ഓപ്പൺലി എന്നോട് കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ അത്രയ്ക്കും ബോറിംഗ് ആണോ, ഞാൻ അത്രയ്ക്കും ആനന്ദമില്ലാത്തവനാണോ, സന്തോഷിപ്പിക്കാൻ കഴിവില്ലാത്തവനാണോ എന്ന് ആലോചിക്കുമ്പോൾ കുറേയൊക്കെ സത്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ പോകാറില്ല. കാരണം എന്താ, അവർ പറഞ്ഞ സത്യമുണ്ടെന്ന് ഒരു ന്യായം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാനാണ് നിൽക്കുന്നത്. ഞാൻ അവരെ റിജക്ട് ചെയ്യാനോ അല്ലെങ്കിൽ തർക്കിച്ച് കയറാനോ അവരെ രണ്ടും തിരിച്ച് പറയാനോ ഞാൻ നിൽക്കാറില്ല. കാരണം നമുക്കത് ഉള്ളതാണ്, നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു മാന്യത. അപ്പോൾ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എന്താ അവരെ കുറ്റം പറയാം. അവർക്ക് എവിടെ ആനന്ദം കിട്ടുന്നു, എന്നെക്കാൾ ആനന്ദം കിട്ടുന്ന വേറെ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതാണോ പെണ്ണോ ആരും ആയിക്കോട്ടെ, അവരുടെ കൂടെ പഠിച്ച ഒരു ഫാമിലി ഉണ്ടോ ആരും ആയിക്കോട്ടെ, ഒരു സ്ട്രേഞ്ചർ ആയിക്കോട്ടെ, ആരും അവർക്ക് എവിടെ ആനന്ദം കിട്ടുന്നു, അവർക്ക് അവരുടെ വൈബിനൊത്ത് അവരുടെ സന്തോഷത്തിനൊത്ത് അവരുടെ മൈൻഡ് മെന്റാലിറ്റിക്കൊത്ത് അവരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് ഒരാൾ അവർ ഓപ്പോസിറ്റ് നിൽപ്പുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി അവൈലബിൾ ആയി നിൽപ്പുണ്ടെങ്കിൽ, അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് അതിലൂടെ ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകുന്നതിൽ തെറ്റില്ല. നമ്മൾ എന്തിനാ അവരെ വഴക്ക് പറയണം? കാരണം അവർക്ക് അവരുടെ ലൈഫ് ഉണ്ടല്ലേ, പേഴ്സണൽ ലൈഫ് ഉണ്ട്, അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളുണ്ട്. അവർക്ക് സന്തോഷം വേണമെന്ന് ആഗ്രഹിച്ചാൽ പിന്നെ നമ്മുടെ കൂടെ നിന്ന് സന്തോഷം കിട്ടാത്ത നമ്മുടെ കൂടെ നിന്നിട്ട് അവർക്ക് സന്തോഷം കിട്ടും, നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവർ നമ്മളെ വാക്ക് കണ്ടിട്ട് പിന്നെ തെറ്റിച്ച് പോകുന്ന പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല. ഇപ്പം എൻ്റെ ലൈഫിലൂടെ കടന്നു പോകുന്ന ഇഷ്ടംപോലെ ഇൻട്രോവേർട്ട് ആൾക്കാരുണ്ടാവും. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഇൻട്രോവേർട്ട് ആൾക്കാർ ഒരുപാട്. എനിക്ക് പറയാൻ ഈ ഇൻട്രോവേർട്ട് ആൾക്കാരുടെ കൂട്ടുകാരോട് പറയാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് കൂട്ട് കൊടുക്കാനോ സ്നേഹിക്കാനോ അവർക്ക് വേണ്ടി സഹായിക്കാനോ അല്ല അവർക്ക് അവൈലബിൾ ആവാനോ അവരെ മനസ്സിലാക്കാനോ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രത്യാശ കൊടുക്കരുത്, ഹോപ്പ് കൊടുക്കാതിരിക്കുക. കാരണം അവരും അവരുടെ ലൈഫിലൂടെ പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. എൻ്റെ ലൈഫിലൂടെ പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അവർക്കറിയാം. കാരണം എനിക്ക് എൻ്റെ അമ്മയില്ല. അപ്പോൾ അതിൻ്റെ വിഷമം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളും ആ വിഷമവും വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളും അതൊക്കെ ഓർത്ത് ഒരുപാട് ഞാനിപ്പം വീണ്ടും ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നത് എനിക്ക് ഒരു വ്യക്തിയെ മാത്രമേ എനിക്ക് ഓർമ്മ വരുന്നത് അമ്മയാണ്. കാരണം നമ്മൾ ഒരിക്കലും എത്ര വാക്ക് തന്നാലും അത് കൃത്യമായി പാലിച്ച് ഒരിക്കലും നമ്മൾ ഏത് സാഹചര്യത്തിലും വിട്ടേച്ച് പോവില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് അമ്മ മാത്രമേ, അമ്മയച്ഛൻ മാത്രമേ.